പഠിക്കണം എന്ന ആഗ്രഹത്തോടെയാണല്ലോ കൂട്ടുകാർ ഈ വീഡിയോ കാണാനായി എത്തിയത്. നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. അതിനായുള്ള കുറച്ച് വിദ്യകൾ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളും അവയ്ക്ക് വേണ്ട സമയവും കൃത്യമായി മാർക്ക് ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കി പഠനമുറിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കണം. അവധി ദിവസങ്ങളിലെ ഉറക്കം, വിനോദം തുടങ്ങിയവയ്ക്കും ഇതിൽ സമയം മാറ്റിവെക്കണം. ഓരോ ആഴ്ചത്തേക്ക് വേണം ടൈം ടേബിൾ തയ്യാറാക്കാൻ. ചിട്ട പാലിക്കാനാകുന്നില്ലെങ്കിൽ ടെൻഷൻ വേണ്ട. ഇതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ചയിലെ ടൈം ടേബിളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി കൂട്ടുകാർക്ക് പാലിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിക്കുക. ഏകാഗ്രമായി ഇരിക്കാനാകുന്ന വൃത്തിയും വെടുപ്പും വായു സഞ്ചാരവുമുള്ള മുറിയാകണം പഠനമുറിയാക്കാൻ. സ്റ്റഡി ടേബിൾ ജനാലയ്ക്ക് അഭിമുഖമായി ഇടാതെ നോക്കണം. പുറം കാഴ്ചകൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ അകറ്റും. ഇനി പുറം കാഴ്ചകൾ കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂട്ടുകാർ എങ്കിൽ അങ്ങനെയുമാക്കാം. ശൂന്യമായതും വെള്ള നിറത്തിലുള്ളതുമായ പ്രതലമാണ് നല്ലത്. ആവശ്യമില്ലാത്ത ഫോട്ടോയോ ചിത്രങ്ങളോ പഠനമുറിയിൽ വേണ്ട. ഇവ ശ്രദ്ധ മാറ്റാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന തരത്തിൽ വലിയ അക്ഷരത്തിൽ നമുക്ക് പഠിക്കാനുള്ളവ എഴുതിയൊട്ടിക്കുന്നത് നല്ലതാണ്. ഇടത്തുനിന്നോ വലത്തുനിന്നോ പുസ്തകത്തിലേക്ക് പ്രകാശം പതിക്കുന്ന തരത്തിലാകണം സ്റ്റഡി ടേബിൾ. നേരിട്ട് പ്രകാശം പതിക്കുന്നത് കണ്ണിന് ആയാസം കൂട്ടും. സ്റ്റഡി ടേബിളിൽ എല്ലാം വലിച്ചു വാരിയിടാതെ ഓരോന്നും അതാതിന്റെ സ്ഥാനങ്ങളിൽ അടുക്കി വയ്ക്കാൻ ശ്രമിക്കണം. പുസ്തകങ്ങളും മറ്റും ഷെൽഫിൽ അടുക്കി വയ്ക്കാൻ ശ്രമിക്കുക.